ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ ഇന്ന് ശിക്ഷാവിധി വരും. സ്വത്തിനുവേണ്ടി മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പ്രതി ഹമീദ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ലാൽകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സ്വത്തിന് വേണ്ടി സ്വന്തം മകനെയും മകൻ്റെ കുടുംബത്തെയും, അതായത് 16ഉം 13ഉം വയസ്സുള്ള 2 കുട്ടികളെ അടക്കം ചുട്ടുകൊന്ന കേസിലാണ് ഇന്ന് ഇടുക്കിയിൽ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുക. കേസിൽ ഏറ്റവും നിർണായകമായത് ദൃക്സാക്ഷിയുടെ മൊഴിയാണ്. തുടക്കം മുതൽ തന്നെ പ്രതിഭാഗം വാദിച്ചത് ഇതൊരു അസ്വാഭാവിക മരണമാണ്, ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലെല്ലാമായിരുന്നു. ഒരു കൊലപാതകമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള തെളിവുകളും കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്വേഷണ സംഘം ശാസ്ത്രീയമായി കണ്ടെത്തിയ തെളിവുകളെല്ലാം തന്നെ പ്രതിഭാഗത്തിന് എതിരായി മാറുകയായിരുന്നു. കൂടെ പ്രധാന സാക്ഷിയുടെ മൊഴിയും ഉണ്ടായിരുന്നു. ആ പ്രധാന സാക്ഷി തന്നെയാണ് ഹമീദ് പെട്രോൾ കുപ്പികൾ മുറിയിലേക്ക് വലിച്ചെറിയുന്നതും തീയിടുന്നതും കണ്ട ഒരാൾ കൂടിയുള്ളത്. അയാളുടെ മൊഴി അടക്കം വളരെ നിർണായകമായി മാറിയതും ശാസ്ത്രീയ തെളിവുകളുടെ സഹായം കൂടി ആയതോടുകൂടി പ്രതിഭാഗത്തിന് എതിരായി കേസിലെ മുഴുവൻ തെളിവുകളും മാറുകയായിരുന്നു. ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സാക്ഷി, 50ാം സാക്ഷി, ഹമീദിന് അനുകൂലമായി ഒരു മൊഴി നൽകിയിരുന്നു. അതായത് നേരത്തെ നൽകിയ മൊഴി പൂർണ്ണമായും മാറ്റിപ്പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അത് കേസിനെ പ്രതികൂലമായി ഒന്നും ബാധിച്ചില്ല എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെയും പ്രധാന തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതി പ്രതി കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇന്ന് കേരളം കാത്തിരിക്കുന്ന ഒരു വിധിയിലേക്കാണ് പോകുന്നത്. പ്രതിയിൽ ഒരേ ഒരു പ്രതി എന്ന് പറയുന്നത് മരിച്ച ഫൈസലിൻ്റെ, ഷിബു എന്ന ഫൈസലിൻ്റെ പിതാവ് തന്നെയാണ് എന്നുള്ളതും ഏറെ നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.